measures of central tendency is a value for identifying central position in a data. ഒരു ഡേറ്റ സെറ്റിന്റെ സെൻട്രൽ പൊസിഷൻ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് ഡൺ വിത്ത് 3 മെത്തേഡ്സ്. 3 മെത്തേഡിലൂടെയാണ് അത് ചെയ്യുന്നത്. ഒന്ന് മീൻ, 2 മീഡിയൻ, 3 മോഡ്. 3 മെത്തേഡിലൂടെയാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മൾ പഠിക്കുന്നത്. ഒന്ന് മീൻ, 2 മീഡിയൻ, 3 മോഡ്. The first one is mean. What is mean? Mean is otherwise called arithmetic mean, and this arithmetic mean is obtained by adding all the variables and subtracting them with the number of observations. എല്ലാ ഒബ്സർവേഷനെയും കൂട്ടുകയും തുടർന്ന് അതിനെ n കൊണ്ട്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട്, 10 ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ 10 വേരിയബിൾസിന്റെ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ കൂട്ടുകയും നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് ചെയ്തു എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അതാണ് സിമ്പിൾ ഡേറ്റ സെറ്റിന്റെ, സിമ്പിൾ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ഡേറ്റ ക്യാൻ ബി ഓഫ് ഡിഫറെന്റ് ടൈപ്സ്. വൺ ഈസ് കോൾഡ് റോ ഡേറ്റ. സോ റോ ഡേറ്റയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇഫ് x1, x2, x3 up to xn are n number of observations, we can calculate arithmetic by simply adding these variables and dividing it by number of variables. അത് വേരിയബിൾസിനെ എല്ലാം കൂട്ടിയിട്ട് എത്ര വേരിയബിൾ ഉണ്ടോ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് റോ ഡേറ്റ. കിട്ടുന്നതാണ് സിമ്പിൾ മീൻ. അപ്പോൾ റോ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് റോ ഡേറ്റ? റോ ഡേറ്റ ഈസ് എ ഡേറ്റ ഇറ്റ് ഈസ് സിംപിളി അറേഞ്ച്ഡ്. എന്ന് വെച്ചാൽ അതിനെ ടേബിൾ ആക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. 10 വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസിന്റെ മീൻ ചെയ്യാനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എക്സിനെ എല്ലാം കൂട്ടുന്നു, n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതിനൊരു എക്സാമ്പിൾ ഒന്നുകൂടെ പറഞ്ഞാൽ, ഇഫ് ഹൈറ്റ് ഓഫ് 5 പീപ്പിൾ ആർ 142, 150, 149, 156, 153 സെന്റിമീറ്റർ. 5 പേരുടെ ഹൈറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ 5 പേരുടെ ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ ആണ്. അതിന്റെ മീൻ കാണണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ 5 പേരുടെയും ഹൈറ്റിനെ നമ്മൾ കൂട്ടുന്നു, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് മീൻ. സോ മീൻ ഈസ് റെപ്രസെന്റഡ് ബൈ എക്സ് ബാർ. എക്സ് ബാർ ഈസ് കോൾഡ് മീൻ ആൻഡ് മീൻ ഈസ് റെപ്രസെന്റഡ് ബൈ എക്സ് ബാർ ആൻഡ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു 150 സെന്റിമീറ്റർ. രണ്ടാമത് നമ്മൾ പറഞ്ഞു ഡേറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു രീതിയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. So when we use frequency distribution, when the number of variables are too much, കൂടുതൽ എണ്ണം ഉണ്ട്, അപ്പം അങ്ങനെയാണെങ്കിൽ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ ഏറ്റവും നല്ല വഴി ആവർത്തിച്ച് വരുന്ന വേരിയബിൾസിന്റെ എത്ര തവണയുള്ള ആവർത്തനമാണോ അതിനെയും കൂടെ റെപ്രസെന്റ് ചെയ്ത് ഒരു ടേബിൾ ഉണ്ടാക്കുക. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രീക്വൻസി. സോ ഫ്രീക്വൻസി ഈസ് ദി നമ്പർ ഓഫ് ടൈംസ് എ വാല്യൂ ഈസ് റിപ്പീറ്റിംഗ്. അപ്പൊ അങ്ങനെ when we present a table with variables and the corresponding frequency, such a table is called a frequency table. അങ്ങനെ ഫ്രീക്വൻസി ടേബിൾ ആണ് നമുക്കുള്ളത്. അല്ലെങ്കിൽ ഒരു നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ടേബിൾ, അല്ലെങ്കിൽ ഫ്രീക്വൻസിയും കൂടെ ചേർത്ത് ഒരു ഡേറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ അതിന് പറയുന്ന പേരാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഓഫൻ ദിസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഇൻ എ ടാബുലാർ ഫോം. ഒരു ടേബിൾ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ വേരിയബിളിനും ഒരു ഫ്രീക്വൻസിയും കാണും. സിമ്പിൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ഓരോ വേരിയബിളിനും ഒരു വേരിയബിളും കാണും. എന്ന് പറഞ്ഞാൽ x1 എന്നുള്ളത് ഒരു വേരിയബിൾ ആണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി ആയിരിക്കും f1. x2 ഒരു വേരിയബിൾ ആണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി ആയിരിക്കും f2. x3 ഒരു വേരിയബിൾ ആണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി ആയിരിക്കും f3. അങ്ങനെ xn ആണ് ഒരു വേരിയബിൾ എങ്കിൽ അതിന്റെ ഫ്രീക്വൻസി ആയിരിക്കും fn. അപ്പൊ അങ്ങനെ n നമ്പർ ഓഫ് ഒബ്സർവേഷൻ വരെ നമ്മൾ നോക്കുമ്പോൾ x1 f1, x2 f2, x3 f3, അങ്ങനെ xn fn വരെ ഓരോ xനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പൊ അങ്ങനെ എക്സും എഫും ഉണ്ടെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ എൻ. അതായത് നേരത്തെ പറഞ്ഞു സിഗ്മ എക്സ് ബൈ എൻ എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? സിഗ്മ എക്സ് എഫ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിനെയും കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ആ വാല്യൂസിനെ എല്ലാം കൂട്ടിയിട്ട് താഴെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പക്ഷേ ഫ്രീക്വൻസി ഉള്ള കേസുകളാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഫ്രീക്വൻസി ഉള്ള കേസുകളിൽ n ഈസ് ഈക്വൽ ടു സം ഓഫ് ഫ്രീക്വൻസീസ്. ഫ്രീക്വൻസിയുടെ എല്ലാം കൂടെ എല്ലാ വേരിയബിളിന്റെയും
ഫ്രീക്വൻസികളെല്ലാം കൂട്ടിയെടുക്കണം എന്ന് പറഞ്ഞാൽ n ഈസ് ഈക്വൽ ടു f1 പ്ലസ് f2 പ്ലസ് f3 പ്ലസ് f4 പ്ലസ് അങ്ങനെ fn വരെയുള്ള ഫ്രീക്വൻസി എല്ലാം കൂടെ കൂട്ടിയെടുക്കുന്നതാണ് n. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ മീൻ കാൽക്കുലേഷൻ. സോ വെൻ വി ഹാവ് the distribution in frequency mode, അല്ലെങ്കിൽ when we are having a frequency distribution, the data for if we want to find the mean, we will use a formula sigma x f by n. And if you see an example, this is a distribution. The upper rows shows x, 4 ആണ് x, അതിന്റെ corresponding frequency 5, 6 അതിന്റെ corresponding 10. അപ്പോൾ ഇങ്ങനെ ഒരു വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും കൂടെ വന്നാൽ അതിന് പറയുന്ന പേരാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. സോ വെൻ വി ഹാവ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇഫ് വി വാണ്ട് ടു ഫൈൻഡ് ദി മീൻ, ദ ഫോർമുല ഈസ് സിഗ്മ എക്സ് എഫ് ബൈ എൻ. സിഗ്മ എക്സ് എഫ് ബൈ എൻ ആണ് അതിന്റെ ഫോർമുല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫൈൻഡ് സിഗ്മ എക്സ് എഫ്. See this is x and this is f. So we are multiplying x into f, so this is xf. The first variable is 4, corresponding frequency is 5, so xf is 20. Second variable is 6, corresponding frequency is 10, so 60. 6 into 10, 60. Coming to the case of third variable, 9 is the variable, 10 is the frequency, so when we multiply we will get 90. Fourth one, 10 is x, 7 is frequency, when we multiply them we will get the variable 70. 15 is x, 8 is f, so when we multiply we will get the 120. So this is how we find out xf. This is x into f value, and next in order to apply to the formula we have to find out sigma xf. How can we find out sigma xf? Just add these values, x1 f1, add x1 f1 20 plus x2 f2 60 plus x3 f3 90 plus x4 f4 70 plus x5 f5 120. അതായത് x1 f1 എല്ലാം കൂടെ നമ്മൾ കൂട്ടിയെടുക്കുന്നു. അങ്ങനെ കൂട്ടിയെടുക്കുമ്പോൾ കിട്ടുന്നതാണ് സിഗ്മ എക്സ്എഫ്. എന്താണ് സിഗ്മ എക്സ്എഫ്? സോ സിഗ്മ എക്സ്എഫ് is the value obtained by adding the values of xf individually. ഓരോ xfഉം കണ്ടുപിടിച്ചിട്ട് അതിനെ കൂട്ടിയെടുക്കുന്നതാണ് സിഗ്മ എക്സ്എഫ്. ഓക്കെ, അതുപോലെ നമ്മൾ ഈ ഫോർമുല നോക്കുമ്പോൾ രണ്ട് പാർട്ടാണുള്ളത്. ഒന്ന് സിഗ്മ എക്സ്എഫ്, പിന്നെ ഒന്ന് സിഗ്മ എഫ്. ഈ സിഗ്മ എഫ് എന്ന് പറയുന്നതിന്റെ വേറൊരു പേരാണ് എൻ. നമ്മൾ നേരത്തെ പറഞ്ഞു വാട്ട് ഈസ് എൻ? എൻ ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു എക്സ്. എൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് ആണ്. ഇത് ഇവിടെ നോക്കൂ, ആദ്യത്തെ ഫ്രീക്വൻസി 5, രണ്ടാമത്തെ ഫ്രീക്വൻസി 10, മൂന്നാമത്തെ ഫ്രീക്വൻസി 10, നാലാമത്തെ ഫ്രീക്വൻസി 7, അഞ്ചാമത്തെ 8. ഒന്നുകൂടെ, ആദ്യത്തെ വേരിയബിളിന്റെ x1ന്റെ ഫ്രീക്വൻസി 5, x2ന്റെ ഫ്രീക്വൻസി 10, x3യുടെ ഫ്രീക്വൻസി 10, x4ന്റെ ഫ്രീക്വൻസി 7, x5യുടെ ഫ്രീക്വൻസി 8. സോ സിഗ്മ f1 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആഡ് ദിസ് വാല്യൂ 5 plus 10 plus 10 plus 7 plus 8. അത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് 40. ഓക്കെ, സോ n is 40 അല്ലെങ്കിൽ സിഗ്മ f is 40. സോ ജസ്റ്റ് അപ്ലൈ ദ ഫോർമുല sigma xf by sigma f, that is equal to 360 by 40, and so we got the mean as 9. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? 9 ആയിട്ട് വാല്യൂ കിട്ടി. But there is a little bit small difference is there when we use a grouped frequency distribution. What is a grouped frequency distribution? What is meant by grouped frequency distribution? So here the variables are in a continuation. ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് വരുന്നത്. വേരിയബിൾ എല്ലാം കണ്ടിന്യൂവേഷൻ ആണ്. അതായത് ഈ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ നോക്കിയാൽ ഹിയർ ദ വേരിയബിൾസ് ദ ഫസ്റ്റ് ഓരോ നമുക്കറിയാം when we go for grouped frequency distribution, each and every group is called a class. So there will be a number of classes will be present, and each class will be having corresponding frequency. ഓരോ ക്ലാസ്സിനും corresponding ആയിട്ടൊരു ഫ്രീക്വൻസിയും കാണും. എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി ക്ലാസ് ഇൻക്ലൂഡ്, ഒരു ക്ലാസ്സിനകത്ത് 0 മുതൽ 10 വരെയുള്ള ക്ലാസ്സിനകത്ത് എത്ര പേര് വരുന്നു, അതാണ് ഫ്രീക്വൻസി. അപ്പം അങ്ങനെ ഇവിടെ നോക്കുമ്പോൾ here we can see
for 0 to 10 patients, 2. Here, this is the statistics of patients visiting a hospital. അതായത് 0 മുതൽ 10 പേഷ്യൻസ് ഒരിടത്ത് 2 ദിവസം ഹോസ്പിറ്റലിൽ അറ്റൻഡ് ചെയ്തു. 10 മുതൽ 20 പേഷ്യൻസ് 6 ദിവസം അറ്റൻഡ് ചെയ്തു. അങ്ങനെ ആ രീതിയിൽ how many times or how many days patients visited a hospital, അത് എത്ര പേര് അത് വിസിറ്റ് ചെയ്തു, അതിൻ്റെ ഒരു ക്ലാസ് ഇൻ്റർവലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ വെൻ യു സീ എ ക്ലാസ്, ഒരു ക്ലാസ് കാണുമ്പോൾ ക്ലാസ്സിനകത്ത് കുറച്ച് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഈച്ച് ആൻഡ് എവറി ക്ലാസ് ഹാസ് എ ലോവർ ലിമിറ്റ്. വാട്ട് ഈസ് ലോവർ ലിമിറ്റ്? The smaller value or the beginning. So if it is the first class, this is 0 10, 0 to 10. So what is the lower limit? The lower limit is 0. Now what is the upper limit? The upper limit is 10. So 0 and 10 are the two limits. One is the lower limit and this is the upper limit. This can also be called as class boundary. Class in the boundary ആണ് lower limit ഉം upper limit ഉം. Now in order to find the frequency, or in order to find the mean of this kind of a grouped frequency distribution, first we have to find the class mark. Class mark is otherwise called midpoint. Class mark is otherwise called midpoint or M. So when we have the data represented as frequency distribution or grouped frequency distribution, the first step we have to do is we need to find the midpoint of a class, or we have to find the class mark. Class mark is otherwise called midpoint. Now what is class mark? Class mark or midpoint is defined as lower limit plus upper limit by 2. Again I repeat, class mark is represented as lower limit plus upper limit by 2. What is lower limit of this class? This class 0 to 10. Second class is 10 to 20. Third class is 20 to 30. So for the first class, lower limit is 0. Upper limit is 10. So 0 plus 10 by 2, and that is the class mark. Find it. 0 plus 10 by 2. What will we get? We will get 5. See, this is the class mark. See? Now, second class is 10 plus 20. And the frequency is 6. So 10 plus 20 by 2. 30 by 2, that is 50. Third class is 20 plus 30. So we got 50. Divided by 2, we got 25. That is the third class mark. Fourth class is 40 plus 30. So that is 70. Divided by 2, we got 35. That is the class mark. 50 plus 40, that is 90. Divided by 2, we got 45. 50 plus 60, 110. Divided by 2, we got 55. So I hope you understood how we find the class mark. Class mark is otherwise defined as midpoint. Midpoint is calculated by summing the lower limit of a class plus upper limit of a class divided by 2. So now we have the class mark with us. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ക്ലാസ് മാർക്ക് നമ്മൾ കണ്ടുപിടിച്ചു. Now the remaining things are exactly similar to ungrouped frequency distribution. ഒരു ungrouped frequency distribution നമ്മൾ മുകളിൽ ചെയ്യാൻ പറഞ്ഞു. അതിന് എക്സാക്ട്ലി സിമിലർ ആണ് ഈ പറഞ്ഞ മെത്തേഡ്. ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്പുകളെല്ലാം. ക്ലാസ് മാർക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്റ്റെപ്പും കോമൺ ആണ്. അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്ത് പറഞ്ഞു? സോ നൗ ദിസ് ക്ലാസ് മാർക്ക് ഈസ് കൺസിഡേർഡ് ആസ് എക്സ്. നമ്മൾ ക്ലാസ് മാർക്ക് കണ്ടുപിടിച്ചാൽ ആഫ്റ്റർ ഫൈൻഡിങ് ക്ലാസ് മാർക്ക്, ലെറ്റ് ദിസ് ക്ലാസ് മാർക്ക് ബി ദി വേരിയബിൾസ്. ഈ ക്ലാസ് മാർക്കുകളാണ് പിന്നെ വേരിയബിൾ. അതായത് x1, x2, x3, x4, x5 and xn എന്ന് പറയുന്നില്ലേ, ആ ക്ലാസ് മാർക്കുകളാണ്. ഇതെല്ലാം ഈ ക്ലാസ് മാർക്കുകളാണ് പിന്നെ വേരിയബിൾസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്? ഫ്രീക്വൻസിയും ഉണ്ട്. Now, so once we have the class mark, we consider the class mark as x and then frequency is there. So next step is we have to find what? We have to find out x stuff.
XF എങ്ങനെ കണ്ടുപിടിക്കുന്നത്? Just multiply class mark into frequency. So 5 into 2, we get 10. Second class mark is 15, that is x2. x2 by 6, that is 90. 15 into 6 is 90. The third class mark is 25, that is considered as x3 into 9. So we got 225. Fourth class mark is 35 into 7. We got 245. Fifth class mark is 45. We multiplied it with 4. We got 180. The fifth or the sixth class mark or midpoint is 55. We multiplied it with corresponding frequency, that is 2. So we got 110. So by multiplying we got the value xf. x1 f1 x2 f2 ആ വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇവിടെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ആഫ്റ്റർ ഫൈൻഡിങ് ദ മിഡ് പോയിന്റ് വി ഓൺലി കൺസിഡർ ദ മിഡ് പോയിന്റ് ആസ് വേരിയബിൾ. മിഡ് പോയിന്റ് മാത്രമാണ് നമ്മൾ പിന്നെ വേരിയബിൾ ആയിട്ട് നമ്മൾ എടുത്തത്. എന്നിട്ട് എന്ത് ചെയ്തു? വി ആഡഡ് എക്സും എഫും കൂടെ, വി ആഡഡ് എക്സ് ആൻഡ് എഫ് ടുഗദർ. നമ്മൾ എക്സിനെ എഫിനെയും കൂടെ ഒന്നിച്ച് കൂട്ടാൻ തുടങ്ങി. കൂട്ടിയപ്പോൾ എന്ത് ചെയ്തു? വി ഗോട്ട് സിഗ്മ എക്സ് എഫ്. വി ഗോട്ട് ദ വേരിയബിൾ സിഗ്മ എക്സ് എഫ്. So here sigma xf is 860. Here the sigma xf is 860. Then we added frequency together. So we got a variable that is called n. So we divided sigma xf by sigma f. So that is 860 by 30. And we got the value 28.67. So this is how we do mean of grouped frequency distribution. The second type of measures of central tendency is called median. Now what is the median? The word median means the middlemost observation. See, for example, if we have an odd number, say for example, so this is something like a position, middle point. What is the middlemost observation? So median is the value in the middlemost position. So if we are having 5 values, see 2, 3, we have 5 values, 2, 3, 4, 4, 6. Okay, 2, 2, 2, 3, 4, 4, 6. So we arrange the data either in ascending or descending order. Ascending order or descending order data arrange. Then I am identifying the middle position. Now what is the middle position? What is middle position? എങ്ങനെയാണ് ഈ middle position പറയുന്നത്? See, that depends on n. എങ്ങനെയാണ് ഈ middle position കണ്ടുപിടിക്കുന്നത് വെച്ചാൽ that depends on n. എന്താണ് n എന്ന് പറഞ്ഞാൽ n is the total number of observation. ഇതിൽ ഏതാണ് total number of observation? ഇവിടെ എത്ര observation ഉണ്ട്? 1, 2, 3, 4, 5. ഇവിടെ 5 observation ഉണ്ടല്ലേ? സോ 5 എന്ന് പറയുന്നത് എങ്ങനെയാണ്? 5 is a odd number. 5 ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ? 5 ഈസ് എ ഓഡ് നമ്പർ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കാൻ എളുപ്പ വഴിയെന്ന് വെച്ചാൽ n+1/2 വാല്യൂ. എന്താണ്? n+1/2 എന്ന് വെച്ചാൽ ഇവിടെ എത്രയാണ് n? n 5. n ഇവിടെ 5 ആണ്. അപ്പൊ n+1 എത്രയാണ് ഇടുന്നത്? 5 + 1 6. 6 ഡിവൈഡഡ് ബൈ 2. അപ്പൊ എത്ര കിട്ടും? 3. അപ്പൊ ഒന്നുകൂടെ n+1/2 വാല്യൂ. n+1/2 വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? 5 + 1 6/2 സെക്കൻഡ് വാല്യൂ എന്ന് വെച്ചാൽ 6/2 എത്ര? 3. നിങ്ങളുടെ ഡേറ്റയെ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ അറേഞ്ച് ചെയ്തതിനു ശേഷം മൂന്നാമത്തെ വാല്യൂ എടുത്താൽ അതെന്താണ്? ഇതിന്റെ മീഡിയൻ ആയിരിക്കും. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. വാട്ട് ഈസ് n? n ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ദാറ്റ് ഈസ് ഹൗ മെനി ഒബ്സർവേഷൻസ് ആർ പ്രസന്റ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഡേറ്റയെ നമ്മൾ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം ചെയ്യേണ്ടത് എന്താണ്? യു അപ്ലൈ ദ ഇഫ് n ഈസ് ഓഡ് എന്ന് വെച്ചാൽ എന്താണ്? n എന്ന് പറയുന്നത് ഇപ്പൊ ദിസ് ഇസ് n. ഇവിടെ എന്താണ് n? 5 എണ്ണം. അപ്പൊ 5 ആണ് n. ഈ 5 എന്ന് പറയുന്നത് ഓഡ് ഡിജിറ്റ് അല്ലേ? അതുകൊണ്ടാണ് n+1/2. n+1 എന്ന് വെച്ചാൽ n-നോട് ഒന്നുകൂടെ വെറും 1 കൂട്ടുക. അപ്പൊ 6 ആവും. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഏതാണോ ആ പൊസിഷനിൽ വരുന്നത് അതാണ് മീഡിയൻ.
So this is n plus 1. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഒരു 10 വാല്യൂ ഒക്കെ ഉള്ളൂ, അല്ലെങ്കിൽ 10-12 വാല്യൂ ഉള്ളൂ. നമുക്ക് അതിനെ അസെൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ ഡിസെൻഡിങ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് പൊസിഷൻ ഈ അഞ്ചാമത്തെ ഈ പൊസിഷൻ അതിന്റെ നടുക്ക് എവിടെ വരുമെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷെ അതല്ല കേസ്. ചിലപ്പോൾ നിങ്ങളിൽ 100-500 ഒബ്സർവേഷൻ കാണും. അവിടെ നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കണം. അവിടെ ഈ ഫോർമുല വളരെ ആവശ്യമാണ്. എന്താണ്? n plus 1 by second. If n is odd, if in order to find the median, if n is odd, the formula for finding median is n plus 1 by second value. സെക്കൻഡ് വാല്യൂ ആ പൊസിഷനിൽ വരുന്ന വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്, മാഗ്നിറ്റ്യൂഡ് ആണ് എടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ഹിയർ n is 5, 1 2 3 4 5. സോ 5 plus 1 6 by 2 എത്രയാണ്? തേർഡ്. ആ 3 അല്ല എടുത്തത്, പിന്നെന്താണ്? അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിലോ അറേഞ്ച് ചെയ്തിട്ട് തേർഡ് പൊസിഷനിൽ വരുന്ന വാല്യൂ ആണ് നമ്മൾ എടുത്തത്. ദിസ് ഇസ് എ സിഗ്നിഫിക്കൻസ്. സോ മീഡിയൻ ഈസ്, if the number of observation is odd, median is n plus 1 by second observation. But if n is even, n എന്താണ്? ഈവൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? If the n is even, see for example, ഇവിടെ ഇതിന് പകരം എന്താണ്? See, if n is odd, median is n plus 1 by second observation. See, there are, let's see this problem. There are 1 2 3 4 5 6 7. There are 7 number of variables: 56, 67, 54, 34, 78, 43, 23. Find out the median. This is the problem. Now what we do? We first arrange the data in ascending order. 23, 34, 43 എന്ന് വെച്ചാൽ ആരോഹണ ക്രമത്തിൽ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ ഡേറ്റ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. So we got the arrangement like this: 23, 34, 43, 54, 56, 67 and 74. So by applying this formula, ഇത് എത്ര ഇവിടെ n എത്രയാണ്? n എത്ര? What is n? Here n is 7. എന്താ കാര്യം? 1 2 3 4 5 6 7. 7 variables are present. So 7 is the number of observation and that is considered as n. So in order to find median, we will use n plus 1 by second observation. n plus 1 by second observation. So 7 plus 1 by 2, that is equal to 4. 7 plus 1 by 2, so that is equal to 4. So median is fourth observation. So 7 plus 1 by 2, that is equal to 4. So median is fourth observation. Fourth observation. So what is the fourth observation? After arranging the data in ascending or descending order, 1 2 3 4. 54 is the fourth position. So that 54 will be the median. Okay. So in order to find the median, if the number of observations or n is odd, you can use the formula n plus 1 by second value, and you have to find that position, and the magnitude of that position will be used as the median. But if n is even, n even ആണെന്ന് വെച്ചോളൂ, n even ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, that is n by second observation plus n by second plus 1th observation divided by 2 എന്ന് പറഞ്ഞാൽ n ഈവൻ ആണെങ്കിൽ ഫസ്റ്റിൽ എന്താണ്? n by second observation, n by 2th observation എന്ന് വെച്ചാൽ എന്താണ്? n 10 ആണെങ്കിൽ 10/2 അഞ്ചാമത്തെ ഒബ്സർവേഷനും അടുത്തെന്താണ്? n by second plus 1th എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ n by 2 എത്രയാണ് കിട്ടിയത്? n by 2 എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ 5, അതിൻ്റെ കൂടെ ഒന്നുകൂടെ, അപ്പോൾ ആറാമത്തെ ഒബ്സർവേഷനും കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് മീഡിയൻ. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ n ആണെങ്കിൽ, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈവൻ ആണെങ്കിൽ n by second വാല്യൂ എടുക്കണം. അത് കഴിഞ്ഞിട്ട് n by second പ്ലസ് 1th ഒബ്സർവേഷൻ കൂടെ എടുക്കണം. അതിനെ രണ്ടിനെ കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ നോക്കൂ ഒരു എക്സാമ്പിൾ. Let us consider this data. ഈ ഡേറ്റ നോക്കൂ. 50, 67, 24, 34, 78, 43. എത്ര വേരിയബിൾ ഉണ്ട് ഇവിടെ? 1 2 3 4 5 6. സോ n is 6. n 6 എന്ന് പറഞ്ഞാൽ അത് ഈവൻ ആണോ ഓടാണോ? ദാറ്റ് ഇസ് ഈവൻ. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? we arrange the data in ascending or descending order. ഡേറ്റ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ, ഇവിടെ എന്താണ്? ആരോഹണ ക്രമത്തിൽ അറേഞ്ച് ചെയ്തു. 24, 34, 43, 50, 67, 70. സോ ഹിയർ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇസ് 6. സോ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് n by second ഒബ്സർവേഷൻ കണ്ടുപിടിക്കണം അല്ലേ? അതെങ്ങനെയാണ് ചെയ്യുന്നത്? n is 6. സോ 6 by 2 is equal to തേർഡ് ഒബ്സർവേഷൻ അല്ലേ? സോ അപ്പോൾ ഫോർമുല എങ്ങനെ വരും? തേർഡ് ഒബ്സർവേഷനും
n by second plus 1, അതായത് ഫോർത്ത് ഒബ്സർവേഷന് കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. തേർഡ് ഒബ്സർവേഷൻ ഫോർത്ത് ഒബ്സർവേഷൻ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ തേർഡ് ഒബ്സർവേഷൻ ഇസ് 43, ഫോർത്ത് ഒബ്സർവേഷൻ ഇസ് 50. അത് രണ്ടും കൂട്ടി we divided by 2, so we got the value 46.5. So in order to find median, if the number of variables or n is odd, can be calculated by the formula n plus 1 by second value. If it is even, we have to find out n by second the value plus n by second plus 1 the value divided by 2. So we got the median like this for this distribution.